കാര്യമായിട്ട് തന്നെ ആ ചിലങ്ക കെട്ടിക്കൂടെ? കേട്ടോ, പക്ഷേ നിങ്ങളുടെ മരണത്തിന് ശേഷമേ അതുണ്ടാവൂ. എന്നും എവിടെയും തോൽക്കാൻ എനിക്കിത്തിരി പ്രയാസമുണ്ട്. ഈ കാര്യത്തിലെങ്കിലും ആർക്കും നഷ്ടമില്ലാതെ ജയിച്ചോട്ടെ ഞാൻ. വാര്യരെ, അതൊരു ഉറച്ച മനസ്സിൽ നിന്നുള്ള മറുപടിയാ. അത്രയും വേണ്ടിയിരുന്നില്ല ഭാനുവച്ചി. വേണം മോളെ. എന്റെ കണ്ണീന്നൊഴുക്കിയ ചോരയ്ക്ക് ദൈവം കൊണ്ട് മുന്നിൽ നിർത്തിയതാ. എന്നാലും ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ലാത്ത ആളാ. ഇവിടെ കയറി വന്ന് ചെയ്ത തെറ്റിന് മാപ്പ് പറയുന്നതിന് തുല്യല്ലേ ഇത്? അപ്പൊ പിന്നെ ചേച്ചി ഒന്ന് താഴ്ന്നു കൊടുക്കായിരുന്നു. ഒന്ന് നോവിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൂടിപ്പോയെങ്കിൽ ഞാൻ ക്ഷമ പറയാം. അത് വേണം. അഹങ്കാരി എന്നൊരു പേര് എന്റെ ചേച്ചിക്കുണ്ടാവരുത്. പോയി. മിടുക്കിയ അല്ലേ വാര്യരെ? മനസ്സുറപ്പ്. അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതാ പെണ്ണ്. ഇത്രയും നാൾ കണ്ടതെല്ലാം ശവങ്ങളായിരുന്നു. തനിക്കറിയോ വാര്യരെ, അവളുടെ ശാപം അതാണ് എന്നെ നിലതെറ്റിച്ച് ചുഴറ്റിയടിച്ചത്. ഒന്നിന് പുറകെ മറ്റൊന്നായി എന്തെല്ലാം. തീർന്നിട്ടില്ല. ഇപ്പോഴും അതേപോലെ ശക്തിയായിട്ട് നിൽക്കുന്നു. ഏത് ഗംഗയിൽ മുങ്ങണം, ഏത് മൂർത്തിയുടെ മുന്നിൽ പ്രായശ്ചിത്തം ചെയ്യണം അറിയില്ല. രഥം താണല്ലോടോ, ഒന്നിറങ്ങി കൈവയ്ക്കേ. എന്റെ ഈശ്വര, ഇതൊന്നും ആവണില്ല. ആരാത്? ഞാനാ, മുണ്ടക്കൽ ശേഖരൻ. കുറെ നാളായടാ നിന്നെ ഒന്ന് തനിച്ച് കൈ കിട്ടാൻ ഞാൻ ഉറക്കം ഉളയ്ക്കുന്നത്. വാര്യരെ, ജീപ്പിൽ കയറിയിരുന്നുള്ളൂ. നീല,
എന്താ ഭാസ്കേട്ടാ, വിവരം വല്ലതും തീർന്നു എന്നാ കേട്ടത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രൻ നായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. തീരാണ്ട് നിൽക്കൂ, വെട്ടി കീറി കളഞ്ഞില്ലേ? 18 വെട്ടാ. സത്യാണോ മോളെ? കൊളക്കടവിൽ എല്ലാരും പറയണോ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങി പോയ വഴിക്കാ? എന്റെ ഈശ്വര, അപ്പൊ തോന്നിയൊരിതില് ഞാൻ എന്താ പറഞ്ഞത്? അറം പറ്റിയ വാക്കായി പോയല്ലേ ചേച്ചി? ഞാൻ അങ്ങനെയൊന്നും സംഭവിക്കുന്നു കരുതി പറഞ്ഞതല്ലോ. എന്നാലും ചേച്ചിയുടെ നാക്കേറ്റ പോലെ ആയിപ്പോയി. മോളെ അനു, അച്ഛൻ അറിഞ്ഞോ? കേട്ടു. അവനോൻ ചെയ്യണേന്റെ ഫലം ആരായാലും അനുഭവിച്ചേ പറ്റൂ. ഇല്ലേ അച്യുതാ? പിന്നല്ലാതെ ഈ ബോംബെയിലേക്കുള്ള ദാതാന്മാരുടെ കാര്യം തന്നെ എടുത്താ തന്നെക്കാൾ പോന്നിടത്തും രംഗത്തെത്തുന്ന ദിവസം പഴയ ആള് തീർന്നു. ഏതു മരവും ഒരു ദിവസം വീണല്ലേ പറ്റൂ. ചെയ്തു കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാ മതി. ഞാനിന്ന് പോവാ. വിഷമിക്കണ്ട, അടുത്ത ആഴ്ച വരും. എന്താ കൊണ്ടുവരണമെന്ന് വെച്ചാ പറയാ. മടിക്കണ്ട. പട്ടുസാരിയോ സെന്റോ എന്താണെന്ന് വെച്ചാ. ദേവി, മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ശപിച്ചിട്ടുമില്ല. കേട്ടതൊന്നും സത്യാവരുതേ. ഒരു ചുറ്റുവിളക്ക് തെളിയിക്കാം. ജീവൻ കൊടുക്കണേ എന്റെ ഭഗവതി, ഇല്ലെങ്കിൽ ഈ ജന്മം എനിക്ക് സ്വസ്ഥത കിട്ടില്ല. ജീവൻ പോയിന്നും ഇല്ലാന്ന് 2 വർത്താനമുണ്ട്. 7 ലക്കരക്കാരുടെ നാക്കല്ലേ, ചത്തല്ലെങ്കിലും പറഞ്ഞു കൊല്ലും. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കെ. മെഡിക്കൽ കോളേജിൽ പോയി കണ്ടുവന്ന അടിയോടിയാ പറഞ്ഞത്. ജീവനുണ്ട്, മാത്രമല്ല പരിക്കൊന്നും അത്ര സാരമുള്ളതുമല്ല. അത് അങ്ങനെ ചാവുന്നത് അടിയൊന്നും അല്ല, തലയർത്തിട്ടാ കൂടും. അതാ എനം. അയാളുടെ പേര് കേട്ടാ കടിച്ചു കീറാൻ വരുന്ന ഭാനുവേച്ചിയാ ഇപ്പൊ ഇങ്ങനെ മാറിയത്. ഒരു താല്പര്യത്തിന്റെയും പുറത്തല്ല. അന്ന് അങ്ങനെ പറഞ്ഞു പോയതില് എനിക്ക് അത്ര കുറ്റബോധം ഉണ്ടായിരുന്നു. അച്ഛൻ ചോദിച്ചു എന്താ അമ്പലത്തിലെ വിശേഷം ഒന്നും പറഞ്ഞില്ല. അച്ഛനാകെ മാറിയിരിക്കണു. അച്യുതേട്ടന്റെ സ്വത്തുകാവലും കൈകാര്യവും ഇപ്പൊ പഴയ ആളെയല്ല. എന്തൊക്കെയോ കണക്കുകൂട്ടില്ല അച്ഛന്. അച്യുതേട്ടൻ വെറുതെ അല്ല ഈ സഹായമൊക്കെ ചെയ്യണത്. അത് അയാളുടെ കയ്യിലിരിക്കേയുള്ളൂ. ഭാനുവിനെ അറിയില്ല, അയാൾക്കും അച്ഛനും. നാളെയല്ലേ മൂപ്പര് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നത്? എത്ര വേഗ ദിവസങ്ങൾ പോയത്.